വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നോട്ട് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഒരു റിയാക്ഷൻ കാണിക്കുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി സ്ട്രോങ് പുൾ ബാക്ക് എടുത്ത് വീണ്ടും പോവാം. അങ്ങനെ പോകാനുള്ള രണ്ട് സാധ്യതയുള്ള ഏരിയകളാണ് ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ ഒരു ലൈനും അതുപോലെ തന്നെ ഇന്നലത്തെ ക്യാൻഡലിന്റെ ലോയെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഇംബാലൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ അവിടേക്കും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധ്യതയാണ് വൺ ഡേ ചാർട്ടിൽ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. എനിവേ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു സപ്ലൈ നടന്ന ക്യാൻഡലിൽ നിന്നിട്ടാണ് ഒരു റിജക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഈ ഏരിയ നോക്കിയാൽ കാണാം ഒരു സപ്ലൈ നടന്ന ക്യാൻഡിൽ, ഇവിടെ ഒരു സപ്ലൈ നടന്ന ക്യാൻഡിലായിരുന്നു. അവിടെ നിന്നാണ് റിജക്ഷൻ താഴോട്ടേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റിജക്ഷൻ കിട്ടിയ ഒരു ഏരിയ അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്ക് വന്ന് ഒരു സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയും കൂടി ഉണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിനെയാണ് ബ്രേക്ക്ഔട്ട് തന്ന് ഇന്നലെ ബ്രേക്ക്ഔട്ട് തന്ന് ഒരു സപ്പോർട്ട് എടുത്ത് വന്നിരിക്കുന്നത്. വീണ്ടും ആ ഏരിയയിലേക്ക് തന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ടായിട്ട് തന്നെ അല്ലെങ്കിൽ ഈ ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ നോക്കിയാൽ കാണാം മുകളിൽ നിന്നൊരു ട്രെൻഡ് ലൈൻ, കൃത്യമായ ഒരു ട്രെൻഡ് ലൈൻ താഴോട്ടേക്ക് വരുന്നുണ്ട്. ആ ട്രെൻഡ് ലൈൻ ഇന്നലെ ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ഒരു തവണ ബ്രേക്ക്ഔട്ട് തന്ന് റീടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും മുകളിലോട്ട് പോകാൻ കഴിയാതെ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ലൈനോടും കൂടിയുള്ള ഏരിയ ആണ്. അപ്പൊ ഈ ട്രെൻഡ് ലൈൻ വളരെ വാലിഡ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അടുത്തൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈനിന്റെ താഴെ നോക്കിയാൽ കാണാൻ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് തന്ന് മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത മൂവ്മെന്റ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഏരിയനെയും ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. 1 അവറിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ട് കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ഏരിയകളാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ലൈനുകളാണ് ഈ കാണുന്ന രണ്ട് ബ്ലാക്ക് ലൈനുകൾ. മാർക്കറ്റിന് ഇന്ന് ട്രേഡിംഗ് സാധ്യതയുള്ള രണ്ട് ഏരിയ അല്ലെങ്കിൽ രണ്ട് പോയിന്റ് ആണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധ്യത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇതിന്റെ മുകളിലോട്ട് ഇതിന്റെ മുകളിലോട്ട് പോയാൽ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബൈ സാധ്യത നമ്മൾ നോക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ലൈനിന്റെ താഴോട്ടേക്ക് പോയാൽ മാത്രമേ സെൽ സാധ്യത ഒന്ന് നോക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഏരിയകൾ, ഈ നേരത്തെ പറഞ്ഞ ഈ രണ്ട് സപ്പോർട്ട് ഏരിയയുടെ ഉള്ളിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് ഒരു കൺസോളേഷൻ നടത്താനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് സപ്പോർട്ട് ഏരിയയുടെ ഉള്ളിലുള്ള ഏരിയാസ് നമ്മൾ ഒഴിവാക്കുന്നത്. എനിവേ ഇത്രയാണ് 1 അവറിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ വിസിബിൾ ആവുന്നുണ്ട്. നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈന് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് തന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 50 മിനിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയാൻ കഴിയില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയ 1-2 തവണ സപ്പോർട്ട് എടുത്ത ഏരിയ ആണ്. മാത്രമല്ല ഇവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയ ഒരു ഏരിയയും കൂടിയാണ്. അപ്പൊ അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതായത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടുന്ന് ഒരു റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ മുകളിലോട്ട് വരികയാണ്. ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിലോട്ട് വന്നിട്ട് ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്നാണ് ഒരു ബൈ എൻട്രി. അപ്പൊ ടാർഗറ്റ് ഏറെക്കുറെ ട്രെൻഡ് ലൈനിന്റെ താഴെ വെക്കേണ്ടി വരും. ബൈ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. 74.413 വരെയൊക്കെ ഒരുപക്ഷെ എത്താം സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ റെസിസ്റ്റൻസും കൂടി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ എൻട്രി ആയിരിക്കും അത്. അതുപോലെ തന്നെ സെൽ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. സെൽ എൻട്രി കിട്ടണമെങ്കിൽ മാർക്കറ്റ് ഏറെക്കുറെ ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു കറക്ഷൻ തരണം. അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഏരിയ ആയിരിക്കും. കാരണം നോക്കിയാൽ കാണാം ഈ ഏരിയയിൽ മാർക്കറ്റ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ബ്രേക്ക്ഔട്ട് വന്ന് റീടെസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഈ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ബൈ എൻട്രി, ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ മുകളിലേക്ക് ഒരു ബൈ എൻട്രി, അതുപോലെ ഈ ഒരു 72.050 താഴോട്ട് അല്ലെങ്കിൽ ഒരു സെൽ എൻട്രി ആണ് പറഞ്ഞിരിക്കുന്നത്. ആ സെൽ എൻട്രിക്ക് നല്ലൊരു കൺഫർമേഷൻ വേണം.
വെറുതെ ഒരു ക്യാൻഡിൽ വന്ന് കഴിഞ്ഞിട്ട് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നോക്കരുത്. കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷെ വീണ്ടും അത് അവിടെ നിന്ന് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇംബാലൻസ് ഉള്ളതാണ്. അപ്പൊ അവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ വലിയൊരു റിജക്ഷൻ കിട്ടിയേക്കാം. അങ്ങനെ വലിയൊരു റിജക്ഷൻ കിട്ടി നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്നിട്ട് ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇന്നലത്തെ ഹൈ എക്സ്പെക്ട് ചെയ്യാം. അവിടെ നിന്നിട്ടും വലിയ രീതിയിൽ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ അതും സംഭവിച്ചേക്കാം. അപ്പൊ ഇങ്ങനെ 3 എൻട്രി സാധ്യതകൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റ് അവിടേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അതും ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.